ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ നല്ല പ്രതികരണം ഉണ്ടായിരുന്നു. ഇത് ഒരു കാര്യത്തിനും നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒത്തിരി കമൻറ്റുകൾ ഞാനിങ്ങനെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി നല്ല കമൻറ്റുകൾ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ഫോൺ കോളുകൾ, ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും പങ്കുവെക്കാനായിട്ട് വിളിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ താനായിരിക്കുന്ന അതേ സഭയിൽ തന്നെ നിന്നുകൊണ്ട് എങ്ങനെ ഇതിനൊക്കെതിരെ പോരാടാൻ കഴിയും, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അധികാരികളുടെയോ അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെയോ സമ്മർദ്ദം മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികളൊക്കെ വിളിക്കാനൊക്കെ ഇടയായി. പക്ഷേ അതിനിടയിൽ ഞാനിങ്ങനെ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോൾ ഒരു കമൻറ്റ് പ്രത്യേകമായിട്ട്, ആ ഒരു ഐ ഡി ഇങ്ങനെയാണ്, റോസമ്മ എന്നൊരു ഐ ഡിയാണ്. ഒരു എനിക്ക് തോന്നുന്നു മേ ബി ഒരു സിസ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഫേക്ക് ഐ ഡി ആയിരിക്കാം. എന്താണെന്ന് നമ്മൾക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. കാരണം ഇത് പലതരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ കമൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറായപ്പോഴേക്കും കണ്ടിന്യൂസിൽ നിന്ന് ഏകദേശം ഒരു 18-19 കമൻറ്റ് ഈ വ്യക്തി ചെയ്തു. റോസമ്മ അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചി, അല്ലെങ്കിൽ ആൻറ്റി ആണെങ്കിൽ ആൻറ്റി, എനിക്കിത് പറയാനുള്ളൂ. കാരണം ഈ ആൻറ്റി കമൻറ്റ് ചെയ്യുമ്പോൾ കുറേ ആദ്യമൊക്കെ നല്ല വൈകാരികമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു. പക്ഷെ പിന്നീട് ചിലപ്പോൾ നല്ല കമൻറ്റ് ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് ചിരി തോന്നുന്ന കമൻറ്റുകൾ ഉണ്ടാകും, ചില വാക്കുകളൊക്കെ കുറച്ച് കടന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആൻറ്റി പറയുന്നത് ഇതാണ്: നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ നിന്നും മാറാൻ പോകുന്നില്ല. നിനക്കിഷ്ടമുള്ളത് നീ പറഞ്ഞോ, നിന്നെ ആരാണ് നോക്കാൻ പോകുന്നത്, നിന്നെ ആരാണ് കേൾക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ആൻറ്റി എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. അതായത് നമ്മളൊരു ഷോർട്സ് ഇട്ടാൽ പോലും ആ ഷോർട്സിൽ പോലും ആൻറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തും ആകട്ടെ, ഇതൊക്കെ കാണാനായിട്ട് ഇനി എന്തെങ്കിലും മനസ്സ് മാറട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആൻറ്റിയെ പോലുള്ളവർ എതിർ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ 250-ലധികം കമൻറ്റുകൾ ഓരോ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത്രയും കമൻറ്റ് വരുമ്പോൾ ഈ കമൻറ്റ് ഉള്ളത് പ്രതികരിക്കുന്ന ജനത യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ദൈവവചനത്തിൻ്റെ ശക്തിയിലേക്ക്, സത്യത്തിലേക്ക് ഇവർ വരും. കാരണം ഒരു കാലത്ത് ഞാനും ഇതുപോലെ കമൻറ്റ് ഇട്ടിരുന്ന വ്യക്തിയായിരുന്നു. പ്രതികരിക്കുന്ന ആത്മാക്കളുണ്ട്, പ്രതികരിക്കാത്തവരുണ്ട്. അതായത് എന്ത് കണ്ടാലും പ്രത്യേകിച്ച് ഒരു പ്രതികാരവും, ഒരു നിർവികാരത ഉള്ള ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ തൻ്റേതായ ആശയം തിരിച്ചു പറയാൻ അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ വിശ്വാസത്തിന് എന്തൊക്കെയോ ഉണ്ട്. മറ്റുള്ളവർ, അതിപ്പോൾ ലോകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലെന്ത്, ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് സംഭവിച്ചാലെന്ത്, സഭയ്ക്ക് എന്ത് സംഭവിച്ചാലെന്ത്, അവർക്കതൊരു പ്രശ്നമല്ല. കാരണം അവരവരുടെ വഴികളിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ റോസമ്മ ആൻറ്റിയോട് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഈ പ്രതികരണം ഇനിയും ഉണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ വീഡിയോകൾക്കും അല്ലെങ്കിൽ പുതിയ ആശയങ്ങളിലേക്കും വരാൻ അത് ഇടയാക്കും. അതുകൊണ്ട് ആൻറ്റി ഒരിക്കലും പിന്മാറരുത്, ആൻറ്റി പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആൻറ്റിയുടെ 1-2 കമൻറ്റുകൾ ഞാൻ വെറുതെ കോമൺ ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ്, അതായത് ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഞങ്ങളിതൊക്കെ തുടരും, അതിനൊന്നും നിൻ്റെ ഒത്താശയൊന്നും വേണ്ട. കമൻറ്റ് ഞാൻ ഇങ്ങനെ വായിക്കാം: ഞാൻ കണ്ടട തെണ്ടി. അതായത് മംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷാണെങ്കിൽ നമുക്ക് വായിക്കാം, മലയാളമാണെങ്കിൽ പെട്ടെന്ന് വായിച്ചെടുക്കാം. ഈ മംഗ്ലീഷ് ആകുമ്പോൾ ഇത് വായിക്കാൻ കുറച്ച് പാടാം. എന്തായാലും എനിക്ക് ഇട്ട പേര് ഇഷ്ടപ്പെട്ടു. അത് വേറൊരു കമൻ്റ് ഉണ്ട്: എടാ പി ഇട്ടിട്ട് പിന്നെ കുറേ കുത്തിട്ടേക്കാം, എടാ പി മോനെ, അങ്ങനെയാണ്. അപ്പോൾ ഇനി പി നമുക്ക് പൂരിപ്പിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുക, ഞാൻ പ്രത്യേകിച്ച് പൂരിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന നല്ല വചനങ്ങൾ ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്തിനാടാ, എന്നിട്ടൊരു ഒരു പട്ടിയുടെ ചിത്രം ഇട്ടേക്കാം. പട്ടിയുടെ ചിത്രം ഇട്ടിട്ട് എൻ്റെ മോനെ, അപ്പോൾ നായിൻ്റെ മോനെ എനിക്ക് ഉദ്ദേശിച്ച് നിന്നെ വച്ചോണ്ട് പൂജിക്കുന്നത്. ആൻറ്റി, ഞാനൊരിക്കലും എന്നെ വച്ചോണ്ട് പൂജിക്കാനല്ല പറഞ്ഞത്. ഞാനിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ വീഡിയോകളിലും കൃത്യമായി ആശയങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളെ ആൻറ്റിക്ക് നേരിടാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞ ആശയങ്ങളെ ഏതെങ്കിലും തരത്തിൽ, അത് വചനം വെച്ചിട്ടോ, അപ്പസ്തോലിക പഠനങ്ങൾ വെച്ചിട്ടോ, പിതാക്കന്മാരുടെ ബുക്കുകൾ വെച്ചിട്ടോ, ചരിത്രങ്ങൾ വെച്ചിട്ടോ, തെളിവുകൾ വെച്ചിട്ട് ആൻറ്റിക്ക് എന്തെങ്കിലും നേരിടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റി അതിന് മറുപടി പറയണം. 18-20 കമൻറ്റൊക്കെ ഇടുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ 18-20 കമൻറ്റ് ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാനായിട്ടാണ് ആൻറ്റി ഇടുന്നതെങ്കിൽ, അപ്പോൾ എനിക്ക് ചോദ്യം ഇതുണ്ട്. അതായത് ഞങ്ങൾക്ക് നല്ല സുവിശേഷകരുണ്ട്, നല്ല ഗുരുക്കന്മാരുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു കാത്തലിക് പ്രീസ്റ്റും സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരാളെ നായിൻ്റെ മോനെന്ന് വിളിക്കാനും തെണ്ടിയെന്ന് വിളിക്കാനൊന്നും ഇതുവരെ ലോകത്ത് ഒരു പ്രീസ്റ്റും പഠിപ്പിച്ചിട്ടില്ല.
സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്ന പുരോഹിതർ ഒരിക്കലും. അതായത് എനിക്ക് അനുഭവമുണ്ട്. ഞാനിത് എതിർക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിശ്വാസപരമായ പല കാര്യങ്ങളെയും മുഖത്ത് നോക്കി എതിർക്കുന്ന സമയത്ത് പോലും, കുഞ്ഞെ, മകനെ, മോനെ, അത് മനസ്സിലാകാഞ്ഞിട്ടടാ, നീ അതിങ്ങനെ പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന പുരോഹിതരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരു മോശപ്പെട്ട വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ വിളിച്ചൊരു പുരോഹിതരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ഗുരുക്കന്മാർ ആൻറ്റി അത് പഠിപ്പിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി തിരുത്തണം, അത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിവേ, ആൻറ്റീനെ വിടാം. കാരണം ആൻറ്റി കുറേ കുരിശിൻ്റെ വഴികൾ, അതുപോലെ പ്രാർത്ഥനകൾ, ഈശോയുടെ പരിശുദ്ധ ഹൃദയം എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ആൻറ്റി ആണോ അല്ലെങ്കിൽ ഇത് പ്രായമുള്ളൊരു വ്യക്തിയാണോ, ഇതൊരു ചെറുപ്പക്കാരി, നമ്മൾ ആ പേര് കൊണ്ടാണ് ആൻറ്റി എന്ന് വിളിക്കുന്നത്, റോസമ്മ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചെറുപ്പക്കാരിയാണോ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നുന്നത് ഇപ്പം നമ്മൾ ടെസ്ലയുടെ മുതലാളിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇട്ടിരുന്നു. അപ്പോൾ എടുത്തു നോക്കിയാൽ ആൻറ്റി അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ടെസ്ല ഇന്ത്യയിലേക്ക് വരും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഗുണമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം ടെസ്ലയുടെ മുതലാളിയാണെന്ന് അറിയാവുന്ന ഒരു യുവതലമുറയ്ക്ക് പെട്ടെന്ന് അറിയാം, പക്ഷേ ചിലപ്പോൾ ഒരു സീനിയർ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. എനിവേ, എന്തായാലും ആൻറ്റിയുടെ കമൻറ്റുകളെ സന്തോഷത്തോടെ കാണുന്നു. പക്ഷേ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നല്ല രീതിയിൽ ആശയപരമായി ഇതിനെ നേരിടാൻ ആൻറ്റി വരണം. കഴിയുമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ തന്നെ ആൻറ്റി ഇടണം. അപ്പോൾ എന്നിട്ട് എനിക്കത് ടാഗൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് വരാൻ പറ്റും. എന്തുവാട്ടെ, പിന്നെ അതുപോലെ ഒരാൾ പറഞ്ഞിരിക്കുന്ന കുറ്റം പറയുന്നു, അതായത് നമ്മളിങ്ങനെ സഭയെ കുറ്റം പറയുന്നു. അപ്പോൾ സഭയെ സ്ഥിരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്: ശ്ലൈംഗിക സഭയെ കുറ്റം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതായത് ശ്ലൈംഗിക സഭയാണ് ഞങ്ങളുടെ സഭ, അപ്പോൾ ആ സഭയെ കുറ്റം പറയുന്നവനാണ് നീ. അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന തലത്തിലുള്ള ചില കമൻറ്റുകളുണ്ട്. സ്ഥിരമായി സഭയെ കുറ്റം പറയുന്ന ഒരു രീതികൾ ഒരിക്കലും സഭയ്ക്കില്ല, അത് ശരിയല്ല, നീ പോയി സുവിശേഷം പറയും, നീ പോയി ദൈവവചനം പറയും, ഞങ്ങളത് കേൾക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ചാനലിൽ തന്നെ സുവിശേഷത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ, ഇതും ഒരു സുവിശേഷം തന്നെയാണ്. അതായത് ഈ കുറ്റം പറയുന്ന എന്ന് ആരോപിക്കുന്നവർ യഥാർത്ഥത്തിൽ ബൈബിളൊന്ന് വായിക്കണം. എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്, ബൈബിൾ വായിക്കണം നിങ്ങൾ. സുവിശേഷങ്ങൾ എഴുതി അതിനുശേഷം അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതാനായിട്ട് എന്താണ് പ്രചോദനമായത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അവിടെ വാക്യം ഇങ്ങനെ പറയുന്നത്: പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ദൈവവചന ശുശ്രൂഷയിൽ ശക്തമായി നിൽക്കുകയും അതിലൂടെ ഒരു വലിയ സഭയുണ്ടാവുകയും, എന്നാൽ യോഹന്നാൻ സ്ഥാപിച്ച ഈ സഭകളിൽ തന്നെ അനേക ദുരാത്മാക്കൾ അല്ലെങ്കിൽ വ്യാജ പ്രബോധകർ വന്ന് തെറ്റായ വശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു ലേഖനം തന്നെ എഴുതേണ്ടി വന്നു. ചരിത്രം ഇങ്ങനെ പറയുന്നത്, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കൊക്കെ യോഹന്നാനോട് എഴുതി ചോദിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് എഴുതിയെന്ന് പറയുന്ന ചില ചരിത്രങ്ങളുണ്ട്. എന്തുമാകട്ടെ, ഇവിടെ ലേഖനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നു, വ്യാജ പ്രവാചകന്മാർ പല സ്ഥലത്തും വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട്. അതിന് മറുപടിയായി, അവരുടെ പഠനങ്ങൾക്ക് മറുപടിയായി, അല്ലെങ്കിൽ അവരെന്ത് പഠിപ്പിച്ചോ അതിനെതിരായി യോഹന്നാൻ വീണ്ടും പറയുകയാണ്: ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതായത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് സഭയിൽ കയറി തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമായി പഠിപ്പിച്ചത് ആരാണ്? യോഹന്നാൻ തന്നെയാണ്. യോഹന്നാൻ എന്ത് ചെയ്തു? അതിന് കൈയും കെട്ടി നോക്കിയിരുന്നോ? നീ അത് വ്യാജപ്രബോധനമൊക്കെ പഠിപ്പിക്കുക, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് ഇന്ന് കാണുന്ന ചില നമ്മുടെ അധികാരികൾ ചെയ്യുന്നത് പോലെയാണോ യോഹന്നാൻ ചെയ്തത്? ഒരിക്കലുമല്ല. നമ്മൾ ഇന്ന് പല തിന്മകളും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഭയിലും നമ്മളായിരിക്കുന്ന ഏത് ചർച്ചിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനെതിരെ ഒരു വിരലനക്കാൻ പോലും ഇന്നത്തെ അധികാരികൾ തയ്യാറല്ല. പക്ഷേ യോഹന്നാൻ ആ ഒരു രീതി അല്ലായിരുന്നു. യോഹന്നാൻ ശക്തമായ വാക്കുകൾ കൊണ്ട് എതിർക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഒരു കോംപ്രമൈസും ഇല്ല അതിൻ്റെ നേരെ. സ്നേഹമാണല്ലോ നമുക്ക് പറയേണ്ടത്, അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തേക്കാം, സഹിച്ചേക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കാം, അവൻ നാളെ മാറ്റിയേക്കാം. ഇങ്ങനൊരു ചിന്താഗതി യോഹന്നാനില്ല. യോഹന്നാൻ ശക്തമായി അതിനെ ലേഖനം കൊണ്ട് നേരിടുന്നു. ആ ലേഖനം നമ്മൾ ഇന്നും കയ്യിലുണ്ട്, നമ്മൾ ഇന്ന് സൂക്ഷിക്കുന്നു ദൈവത്തിൻ്റെ വചനമായിട്ട്. അപ്പോൾ യോഹന്നാൻ പ്രവർത്തിച്ചത് ദൈവികമാണോ? യോഹന്നാൻ കുറ്റം പറയുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന രീതി അപ്പസ്തോലികമാണോ? ഇത് നിങ്ങളെ പരിശോധിക്കേണ്ടേ. ഞാനൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആശയപരമായി അത് തെറ്റാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശയപരമായി നേരിടാം. പക്ഷേ ഇങ്ങനെ നിങ്ങൾ കുറ്റം പറയുന്നു, നിങ്ങൾ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നു, നിങ്ങൾ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ സഭയിലേക്ക് ആളെ ചേർക്കുന്നു. ഞാൻ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു സഭയല്ല,
ഞാൻ അങ്ങനെ ഒരു സഭ മാറി പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല. ഞാൻ ആയിരിക്കുന്ന സഭയിൽ തന്നെ മരണം വരെ വിശ്വസിക്കാനും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ആയിരിക്കുന്ന ഭവനത്തിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം, അത് ക്ലീൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇത്തരം വ്യാജ പ്രബോധനങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾ അവരാണ് പുറത്തു പോകേണ്ടത്. നമുക്കറിയാം, ഇന്ന് വരെ ആരൊക്കെ നവീകരണം ആഗ്രഹിക്കുന്നോ, ആരൊക്കെ നവീകരണം ആവശ്യപ്പെട്ടോ, അതിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞോ, അവരെല്ലാം പെന്തക്കോസ്ത് മുദ്രകുത്തി നമ്മൾ പുറത്താക്കിയേ ചെയ്തിട്ടുള്ളൂ. അവർ പുറത്തു പോകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മളവരെ തള്ളി പുറത്തു കൊണ്ട് കളയുന്നൊരു പ്രവൃത്തിയാണ്. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര കാലം നിങ്ങൾ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പഠനം നടത്തുക. നിങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എൻ്റെ വഴിക്ക് ഞാനിങ്ങനെ പോവുകയും ചെയ്യും. എനിവേ, നമുക്ക് വീണ്ടും വചനത്തിലേക്ക് കടന്നു വരാം. വചനത്തിൽ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നത്, യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നത്? അപ്പം ഞാൻ ചില കള്ളങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ യോഹന്നാനോളം യോഗ്യനാണെന്നല്ല ഞാൻ പറയുന്നത്. ദൈവവചനം നമ്മുടെ മുൻപിൽ അപ്പസ്തോലിക പാരമ്പര്യം എന്താണ് പറയുന്നത്? യേശുവാണ് ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നത്? അതായത് അവിടെ യേശു ക്രിസ്തുവാണെന്ന് പറയാതെ അല്ലെങ്കിൽ അതിനെതിരെ വ്യാജ പ്രബോധനം കൊണ്ടുവന്നപ്പോൾ അത് കള്ളമാണ്, അത് തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതി. ഞാനത് തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ന് കാണുന്ന ചില ചിത്രങ്ങൾ, ചില ഡ്രോയിങ്ങുകൾ യേശു അല്ലാത്തതിനെ യേശു ആക്കി കൊണ്ടുവരുന്നു. യേശുവുമായി യാതൊരു ബന്ധമില്ലാത്തതിനെ, ചരിത്രവുമായി യാതൊരു രീതിയിലും നീതി പുലർത്താത്ത പല കാര്യങ്ങളെയും കൊണ്ടുവന്ന് ഏതോ കുറ്റവാളിയുടെ മുഖം കൊണ്ടുവന്ന് ഇത് യേശുവാണെന്ന് കാണിക്കുമ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് തെറ്റാണെന്ന് കാണിച്ചു. വീണ്ടും വചനം നമ്മൾ താഴോട്ട് കാണിക്കുകയാണ്. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ ഏറ്റുപറയാത്തവന് പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടാവും. ഇവിടെ ട്രിനിറ്റിക്കെതിരെ, പ്രത്യേകിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു വിഷയത്തിനെതിരെ പലരും രംഗത്ത് വന്ന ആ സമയത്ത് അപ്പസ്തോലനായ യോഹന്നാൻ കൈകെട്ടി നോക്കിയിരുന്നില്ല. ശക്തമായി മുന്നോട്ട് വന്നു. തൻ്റെ ജീവനുള്ള കൊതിയില്ല, അല്ലെങ്കിൽ അയ്യോ ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മളിനി കല്ലറയിൽ അടക്കിയില്ലെങ്കിലോ എന്ന ഭയമൊന്നും അപ്പസ്തോലനില്ല. കാരണം അത് എഫേസൂസിലേക്ക് പുറത്താക്കപ്പെട്ടാലും എവിടേക്ക് മാറ്റപ്പെട്ടാലും അപ്പസ്തോലനെ സംബന്ധിച്ച് ഒറ്റ കാര്യം നോക്കുന്നുള്ളൂ, സ്വർഗ്ഗത്തെക്കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. എന്ന് ഞാനും ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗം നോക്കുക. ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഓഫീസിലെ അച്ഛന്മാർ വരില്ലായിരിക്കാം, അല്ലെങ്കിൽ സിമിത്തേരി നമുക്ക് നിഷേധിച്ചേക്കാം, ഇങ്ങനെയൊക്കെയല്ലേ നമുക്കെതിരെ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊന്നും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. കാരണം ഈ ലോക ജീവിതത്തിൽ ഞാൻ എങ്ങനെ മരിച്ചാലെന്ത്, ഞാൻ എങ്ങനെ അടക്കപ്പെട്ടാലെന്ത്, എന്നെ തള്ളിക്കയറ്റാൻ ആർക്കും പറ്റത്തില്ല. സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ക്രൂശിതനായി കാൽവരി ക്രൂശിൻ്റെ രക്ഷയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ആ രക്ഷ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ എനിക്ക് ലഭിക്കും. അതല്ലാതെ ഇവിടെ നിന്ന് ആരും ധൂപക്കുറ്റി കയറ്റി തള്ളിക്കയറ്റി എന്നെ സ്വർഗ്ഗരാജ്യത്തിലോ നിത്യജീവനിലേക്കോ കയറ്റാൻ പറ്റത്തില്ല. ഇനി മാർപ്പാപ്പ തന്നെ വന്ന് ശുശ്രൂഷ ചെയ്താൽ എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തിക്കൊത്ത വണ്ണം, എൻ്റെ വിശ്വാസത്തിനൊത്ത വണ്ണമാണ് എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അത് അപ്പസ്തോലന്മാർ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് നിഷേധിച്ചാലും, കല്ലറ നിഷേധിച്ചാലും, എന്തൊക്കെ ചെയ്താലും അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ടൊന്നും എന്നെ പുറകോട്ട് മാറ്റാൻ കഴിയത്തില്ല. പകരം ക്രിസ്തുവിൻ്റെ വചനം ആശയപരമായി നിങ്ങൾ നേരിടുക. വീണ്ടും വചനം പറയുക, ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചതും നിങ്ങളിൽ നിലനിൽക്കുന്നതുമാകട്ടെ അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പസ്തോലൻ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം, നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. വഴിതെറ്റിക്കുന്ന ചില വ്യക്തികൾ അവിടെ ഉണ്ട്. അവർക്കെതിരെ കൈകെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഇത് തന്നെയാണ് ഇന്ന് വഴിതെറ്റിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കെതിരെ കൈകെട്ടി നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടോ, എന്നെ പുറത്താക്കുമെന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിട്ടോ കൈകെട്ടി നോക്കിയിരിക്കാൻ ഞാൻ തയ്യാറല്ല. ശക്തമായി ഇനിയും സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കും. സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കാൻ ഒരു സോഷ്യൽ മീഡിയ, അതൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ, കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന അതാണെങ്കിൽ അതിലൂടെ ഞാൻ സംസാരിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, താല്പര്യമില്ലാത്തവർ തെരുവിളിക്കട്ടെ. റോസം അമ്മച്ചിയെ പോലെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കട്ടെ. പ്രതികരിക്കുന്നവരെനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ പ്രതികരിക്കണം, ഇനിയും പ്രതികരിക്കണം. വീണ്ടും പൗലോസിൻ്റെ സ്വഭാവം കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. 1 കൊരിന്തോസ് അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല. യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആ കാലത്ത്, അപ്പസ്തോലൻ്റെ കാലത്ത് യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്ന ചില വ്യക്തികൾ അവിടെ ഉണ്ടായി.
അപ്പോൾ അപ്പസ്തോലൻ എന്താ എഴുതുന്നത്? ദൈവാത്മാവ് മുഖേനയാണ് ഒരുവൻ സംസാരിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ പൗലോസ് അവിടെ പറഞ്ഞേ ശപിക്കപ്പെട്ടവനെന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചേ എന്ന് കരുതി യേശുവിനെതിരെയാണോ പൗലോസ് പറഞ്ഞത്? ആ ലേഖനം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുക. അപ്പം ഞാനിവിടെ യേശുവിനെതിരെ ചില വാക്കുകൾ ഇന്ന ആളുകൾ പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആ തെറ്റ് ഞാൻ വീണ്ടും ആവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്ന അപ്പസ്തോലന്മാർ, ഞാൻ കാണുന്ന അപ്പസ്തോലന്മാർ, അവർ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക ഇങ്ങനെയാണ്: ആര് തെറ്റായ വശം പഠിപ്പിക്കുന്നോ മുഖം നോക്കാതെ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അവിടെ മനുഷ്യനെ നോക്കിയിട്ടല്ല ദൈവത്തെയാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിവേ, തുടർന്നുള്ള വീഡിയോകളിൽ ചില തെറ്റായ വശങ്ങൾ, പ്രത്യേകിച്ച് യേശുവിനെ തെറി വിളിക്കുന്ന ആളുകളെക്കുറിച്ച്, ദൈവവചനത്തെ തെറി വിളിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ വീഡിയോ തന്നെ വെച്ചിട്ട് പ്രതികരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും, അയ്യോ ഇതെന്താ ഈ പയ്യൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവനെന്താ ഇങ്ങനെ പോകുന്നത്. തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭാവി തലമുറ ഈ തെറ്റിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ പല കാറ്റഗറീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിനകത്ത് തന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രതികരണമില്ലാത്ത ആളുകൾ. മറ്റൊരു കാറ്റഗറി ഉണ്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് പറയും, തൊട്ടടുത്ത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നിന്നോടൊന്നും സംസാരിക്കാൻ ഞങ്ങളില്ല, കാരണം അങ്ങനെ ദൈവവചനം തർക്കിക്കാനുള്ളതല്ല, ഒരിക്കലും ദൈവവചനം വെച്ച് തർക്കിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുക, ഞാൻ നീയായിട്ടൊരു ബന്ധമില്ല, ഞാൻ നിൻ്റെ വീഡിയോ കാണുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് മാറിപ്പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ തിരിച്ച് അതിനൊരു മറുപടി ഇട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തർക്കം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സഭ? സഹോദരി പഠിച്ചിരിക്കുന്ന സഭ എന്താണ്? അപ്പോൾ എനിക്ക് അറിയാം നിന്നെ പോലുള്ള പഠനക്കാരെനിക്ക് ആവശ്യമില്ല, ഇങ്ങനെയുള്ള പഠനങ്ങൾ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അവസാനം സഹോദരി എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ആ പരിപാടി നിർത്തി. അതായത് ഇവരുടെ ഒരു മനോഭാവമുണ്ട്, ദൈവവചനം തർക്കിക്കാനുള്ളതല്ല, ദൈവവചനം വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, അപ്പസ്തോല പ്രവർത്തനങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സിനഗോഗുകളിലാണ് പോയിരുന്നത്. എന്തിനാണ് സിനഗോഗുകളിൽ പോയിരുന്നത്? സിനഗോഗുകളിൽ ചെന്ന് ദൈവവചനം പ്രഘോഷിക്കുന്നു. അപ്പോൾ തിരിച്ച് ആ പഴയ നിയമം വെച്ചിട്ട് ഇങ്ങോട്ട് തർക്കമുണ്ടാകും. അപ്പോൾ ദൈവവചനത്തിൻ്റെ പഴയ നിയമത്തിലെ തെളിവുകൾ വെച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് അങ്ങനെയല്ല, അതിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് യഹോവയിലൂടെ വെളിപ്പെട്ടത് ഇന്ന സത്യങ്ങളാണ് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലൻ ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് എഴുമ്പോഴും അപ്പസ്തോലൻ പരിശോധിച്ച് നോക്കുന്ന അവിടെ ഒരു സിനഗോഗ് ഉണ്ടാകും. അവിടെ ഇങ്ങനെ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ഒരു സിനഗോഗ് ഉണ്ടാകുമെന്ന് കരുതി അവരങ്ങോട്ട് നീങ്ങി. അത് ശരിയായിരുന്നു, അവിടെ ചെന്നു സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി, തർക്കങ്ങളിൽ ഏർപ്പെട്ടു. അപ്പസ്തോല പ്രവൃത്തി അവസാന അധ്യായങ്ങൾ വായിക്കുമ്പോൾ വർഷങ്ങളോളം ദിവസങ്ങളോളം തർക്കങ്ങളിൽ ഏർപ്പെട്ടു അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നമ്മുടെ ഇടയിൽ ചില ആളുകൾ, ചില സ്വാർത്ഥ താല്പര്യക്കാർ അടിച്ചേൽപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തി രൂപത്തിനെതിരെ സംസാരിക്കുന്നെങ്കിൽ അവൻ പെന്തക്കോസ്താണ്, അവനോട് ഇനി നിങ്ങൾ സംസാരിക്കുകയേ ചെയ്യരുത്. അതായത് ഒരു ഇഗ്നോറിങ് മൈൻഡാണ്. ഇനി നിങ്ങൾ തൊടണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ ആരും സംസാരിക്കാനില്ല. അപ്പോൾ അവനെ നമുക്ക് കാത്തു സംരക്ഷിക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇനി അടുത്തൊരു മൈൻഡാണ്, മാതാവിനെക്കുറിച്ച് ഈ വ്യക്തി സംസാരിക്കുന്നില്ലെങ്കിൽ, അതായത് മാതാവിനെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ എന്താണ്? അവൻ തെറ്റാണ്. അവനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കുകയും ചെയ്യരുത്, അവനെ കേൾക്കുകയും പോലും ചെയ്യരുത്. അങ്ങനെ എങ്ങാനും വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി കുമ്പസാരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 12-ാം നൂറ്റാണ്ടിന് മുമ്പ് ഞാൻ മാതാവിനെതിരല്ല, ഞാൻ മാതാവിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പഴയ ഒരു കാറ്റീസം ടീച്ചർ എന്നെ വിളിച്ചു. അപ്പോൾ ആ കാറ്റീസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇന്ന് അദ്ദേഹം പെന്തക്കോസ്തലാണ്. അപ്പോൾ അദ്ദേഹം മാതാവിനെതിരെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ വിഷയം ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ എന്താണ് മാതാവിനെക്കുറിച്ച് എടുത്ത സ്റ്റാൻഡ്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ സംസാരിച്ചത്, അതിൻ്റെ പര്യവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നമുക്ക് ജപമാല വന്നത്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന വന്നത് എന്നുള്ളത് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏത് കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും. അപ്പോൾ 12-ാം നൂറ്റാണ്ട് വരെയുള്ളവരൊക്കെ പിശാചുകളായിട്ടാണോ ഈ പറഞ്ഞ ജപമാലയെക്കുറിച്ചൊന്നും പറയാതിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാതിരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ ഇന്ന് ലോകം കിടക്കുക. അവനൊന്ന് പരിശോധിച്ചാൽ അവർ ഈ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ അവന് വായിക്കാൻ പറ്റും. അപ്പോൾ പുതിയ തലമുറ നമ്മൾ എത്ര കെട്ടിപ്പൊതിഞ്ഞ് പുതപ്പിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചാലും അവർക്ക് ഈ ലോകം എന്ന് പറയുന്നത് അവരുടെ വിരൽത്തുമ്പിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ സത്യം നമ്മൾ എത്ര മറച്ചു വെച്ചാലും അവരുടെ മുമ്പിൽ വരും.
നമ്മൾ എത്ര അവരെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ശ്രമിച്ചാലും അവർ സത്യം വെളിപ്പെടും. അവർക്ക് അപ്പോൾ കടന്നു വരുന്നത് അവർ പോകാൻ പോകുന്നത് നിരീശ്വരവാദത്തിലേക്കോ അവിശ്വാസത്തിലേക്കോ പാപത്തിലേക്കോ ലോകത്തിൻ്റെ തിന്മയിലേക്കോ ആയിരിക്കും അവർ കടന്നു പോകാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തേ, ദൈവവചനത്തിൻ്റെ സത്യം നിങ്ങൾ പറഞ്ഞു കൊടുത്തേ, അവരെ നമുക്ക് നേടാൻ സാധിക്കും. വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളൊക്കെ അവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവരിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് എൻജിനീയറിങ്ങിനോ ഡോക്ടറിനോ നഴ്സിങ്ങിനോ എന്തിനു പഠിക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേർ നമ്മളെ ക്രിസ്ത്യാനികൾ മാത്രമാണ് അല്ലെങ്കിൽ കത്തോലിക്കർ മാത്രമാണെന്ന് വിചാരിക്കരുത്. അവിടെ ചിലപ്പോൾ പെന്തക്കോസ്ത ഉണ്ടാകാം. ഒരു നല്ല പെന്തക്കോസ്തക്കാരൻ്റെ നല്ല 2-3 ചോദ്യങ്ങൾക്കുള്ളിൽ വീണുപോയൊരു കാറ്റീസം ടീച്ചർ എനിക്കറിയാം. അപ്പോൾ നല്ലൊരു വ്യക്തി വന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പൊതിഞ്ഞ് സൂക്ഷിച്ചതൊക്കെ അവിടെ പൊളിഞ്ഞു വീഴും, അത് തകരും. ഇനി അവിടെ മറ്റ് സഹോദരങ്ങളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ടാകാം, ഒരുപക്ഷെ മുസ്ലിം സഹോദരങ്ങളുണ്ടാകാം. നമുക്കറിയാം ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്ന ചില ക്യാപ്സൂൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞങ്ങളുടെ ഇടയിൽ കാറ്റീസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ, 2 ആൺമക്കൾ, 2 പേര് ഇന്ന് ഇസ്ലാം വിശ്വാസത്തിലേക്ക് കടന്നുപോയി. ഒരു പോള്, അവൻ്റെ പേര് വെളിപ്പെടുന്നതിൽ എനിക്ക് ഭയമൊന്നുമില്ല, പോൾ എന്ന് പറയുന്നത് ഇന്ന് അബ്ദുള്ളാന്നോ അങ്ങനെ സംതിങ് എന്തോ ലൈക്ക് അങ്ങനെ ഒരു പേരിലാണ് ഇന്ന് അവൻ അറിയപ്പെടുന്നത്. താടിയൊക്കെ വെച്ച് മീശയൊന്നും ഇല്ലാതെ ആ രീതിയിൽ ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ വർഷങ്ങളോളം കാറ്റീസം പഠിപ്പിച്ച ടീച്ചറാണ്. ഇന്നും ടീച്ചർ കാറ്റീസം പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. സാറും ഇന്നും അതൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മക്കൾ എന്ത് ചെയ്തു? മക്കൾ ഇന്ന് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് പോയി. ഇന്ന് ആ കുഞ്ഞുങ്ങൾ, ആ പിള്ളേർ, അവർ ഇവരുടെ കല്യാണങ്ങൾക്കോ പൊതുവായ എന്തെങ്കിലും ചടങ്ങുകൾക്കോ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ടാബുമായിട്ടാണ് വരുന്നത്. ക്യാപ്സൂളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ബൈബിളിലെ കുറേ ക്വസ്റ്റ്യൻസ്, ബൈബിളിലെ ക്വസ്റ്റ്യൻസ് അവരുടെ യുവാക്കൾ അവരുടെ കൂടെ ഇരിക്കുന്ന കാത്തലിക്കായിട്ടുള്ള പിള്ളേരോട് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ മറുപടി നമ്മൾ ബബ്ബയാണ് നമ്മുടെ പിള്ളേർ. കാരണം മറുപടി പറയാൻ അവരുടെ കയ്യിലില്ല. അവർക്ക് വചനത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. മറ്റവർ ഇത് മുഴുവൻ പഠിച്ചിട്ടാണ് വരുന്നത്. അതായത് 10-12 വർഷം കാറ്റീസം പഠിക്കുകയും ഈ കഴിഞ്ഞ 4 വർഷം 5 വർഷം 4 വർഷം കൊറോണയ്ക്ക് ശേഷം സംഭവിച്ച കാര്യം, ഈ 4 വർഷം 4.5 വർഷത്തിനിടയിൽ ഈ പറയുന്ന കാത്തലിക് ആയിരുന്ന 2 യുവാക്കൾ ഇസ്ലാം വിശ്വാസത്തിലേക്ക് പോവുകയും അവർ ഒരു ടാബ് വെച്ചിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് മുതൽ മദ്രസയിൽ പഠിച്ച ഒരു കുഞ്ഞ് ഇന്ന് നിങ്ങൾ എൻജിനീയറിങ്ങിനോ ഡോക്ടറേറ്റിനോ പഠിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല. കാരണം അതിനേക്കാൾ വലിയ പഠനങ്ങൾ ബൈബിളിൽ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തി അവരായി ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ആരും മറുപടി കൊടുക്കും? അവൻ്റെ വിശ്വാസത്തെ ആര് കാത്തു സൂക്ഷിക്കും? നമ്മുടെ നേതാക്കന്മാർക്ക് പിന്നെ അത് താല്പര്യമില്ല. നമ്മുടെ നേതാക്കന്മാരുടെ ഈ ആത്മാക്കളെക്കുറിച്ച് അവർക്കൊരു പ്രത്യേകിച്ചൊരു വ്യഗ്രതയില്ല. പക്ഷേ ഞാൻ പിന്മാറത്തില്ല. കാരണം എനിക്ക് കർത്താവിൻ്റെ മുൻപിൽ കടം കൊടുക്കണം. കർത്താവിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കാൻ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന ഇത്തരക്കാരുടെ ചോദ്യങ്ങൾക്കെതിരെ ശക്തമായി ഇനിയും പ്രതികരിക്കും, ഇനിയും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന പെന്തക്കോസ്തിലേക്ക് പോയ നമ്മുടെ കാറ്റീസം ടീച്ചറുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ഉത്തരങ്ങളും ആ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അതുവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ സഭയെ കുറ്റം പറയാനോ വിശ്വാസി സമൂഹത്തെ കുറ്റം പറയാനോ അല്ല ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തണം. ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ദൈവവചന പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ